പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തോട് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു കാലമില്ലേ, ആത്മാവിൻ്റെ ഒരു ഓണക്കാലമാണ് ശരിക്കും പറഞ്ഞ്. അത്രയും ഇൻറ്റിമസി ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ആരാധനയിലും ഒക്കെ ആ സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. അത് ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകുലതയായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ, ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടാൽ അത് ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചുള്ള ആകുലപ്പെടലാണ്. കാര്യം എന്താ, ഉടമ്പടി പക്കാ പ്രയറാണ്. അതാര് കണ്ടുപിടിച്ചതാണ്? ദൈവ സംവിധാനമല്ലേ അത്. നോഹിൻ്റെ കാലം മുതൽ പ്രളയം കയറി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി ചീഞ്ഞ് അഴുകിപ്പോയ കാലത്ത് എല്ലാവരും ജീവിതം ഒന്നേം തുടങ്ങേണ്ടി വന്നപ്പോൾ നോഹിന് പറഞ്ഞു കൊടുത്ത മാർഗമാണ് കവനന്റ് പ്രയർ. അപ്പം നമ്മുടെ ജീവിതം ഒന്നേം തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ ഈ ഭൂമി മുഖത്ത് മനുഷ്യനെ അർത്ഥവത്തായിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭവം എന്താണ്? ദൈവമായിട്ട് ജീവിതം കൊണ്ട് ഉടമ്പടി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ദൈവമായിട്ടുള്ള ഉടമ്പടി അഡീഷണൽ ഗ്രേസിലാണ് ചെയ്തിരിക്കുന്നത്. എന്താണ്? അമ്മയുടെ മധ്യസ്ഥതയിൽ. അപ്പം പിന്നെ അതിനേക്കാൾ വലിയ കാര്യം നമുക്ക് ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത് എന്താണ്? ദൈവത്തോട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ, ഉടമ്പടി നിറവേറ്റാനുള്ള കാര്യങ്ങൾ, അക്കാര്യത്തിൽ മക്കൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. സാക്ഷ്യം പറഞ്ഞവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടി തീരത്തില്ല, ഉടമ്പടി തുടങ്ങുകയാണ് ചെയ്യണം. സാക്ഷ്യം പറഞ്ഞവരെ എപ്പോഴും ശ്രദ്ധിക്കണത്, നമ്മളറിയാമല്ലോ ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന എന്താ. സമയമായില്ല എന്ന് പറയുമ്പോൾ അവർക്ക് കല്യാണ വീട്ടിൽ അപമാനകരമായ ഒരു വിഷയം ആ ജീവിതത്തിൽ രൂപപ്പെട്ട് വരുന്നത് അമ്മ മനസ്സിലാക്കിയിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അത് നടക്കാതിരിക്കാനുള്ള സാങ്കേതികമായ സാഹചര്യങ്ങളെ കർത്താവ് സൂചിപ്പിക്കും. ആ സാങ്കേതിക സാഹചര്യങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ അതിലംഘിക്കാനുള്ള ദൈവിക പോംവഴികൾ ആത്മജ്ഞാനത്താൽ ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധമ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ട് പറയും, ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റും, അവൻ പറയണത് പോലെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്യണത് എന്താണ്? അവൻ പറയണ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടാണ് സാങ്കേതിക തടസ്സങ്ങളെ അതിജീവിക്കുന്നത്. അപ്പം അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള വിഷയം ആ സമയത്തുണ്ടായതല്ല, അതൊരു ദൈവിക ഫോർമുലയാണ്. ജീവിതം തകർന്നു പോകുന്ന സമയത്ത് മനുഷ്യൻ കരപറ്റാനുള്ള ദൈവിക ഫോർമുലയാണ് ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്നാണ് അവൻ പറയണത് പോലെ ചെയ്യുക. ഇപ്പം കർത്താവ് കടലോരത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരോട് മീൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുന്ന ഭാഗമില്ലേ ബൈബിളിലെ? ഇല്ലേ? അപ്പോൾ പത്രോസ് എന്നാ പറയണത്? കർത്താവേ, രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 5:4. അപ്പം ഈ ജീവിതകാലം മുഴുവനും ചിലപ്പോൾ അധ്വാനിച്ചിട്ടും ഈ ജീവിതം ചിലപ്പോൾ നമുക്കൊന്നും തന്നു കാണത്തില്ല. ഇപ്പോഴും നമ്മൾ കടത്തിലും സങ്കടത്തിലുമായിരിക്കും. ഇപ്പം നീ കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലമായി. ഇത്രയും നാളിൽ കുഞ്ഞിന് വേണ്ടി
മെഡിക്കേഷൻ ചെയ്തു, ചികിത്സ എടുത്തു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. നമ്മുടെ അവസ്ഥയാണ് പത്രോസ് പറയണത്. നിനക്ക് 35 വയസ്സായി, ഇതുവരെ ജീവിത പങ്കാളിയെ, ഈ കാലമെല്ലാം ജീവിത പങ്കാളിയെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടിയില്ല, ആരെയും കണ്ടില്ല എന്ന് പറയും. ജീവിക്കാൻ വേണ്ടി ഓരോ മാർഗങ്ങളും ഓരോരോ കാലഘട്ടങ്ങളിൽ വരുമാന മാർഗങ്ങളെല്ലാം ചെയ്തു വരും, ഒക്കെ കടത്തിലാകും. ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, ഓരോരുത്തും എത്തിയില്ല. നമ്മുടെ അവസ്ഥയാണ്. നമ്മളുടെ അവസ്ഥകൾ അതാത് കാലങ്ങളിലുള്ള മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ പ്രാതികൂല്യങ്ങൾ ദൈവതിരുസന്നിധിയിൽ മറുപടി ഉണ്ടെന്ന് നമ്മളെ വെളിവാക്കാൻ വേണ്ടി കർത്താവ് പത്രോസിനെ കരുവാക്കിയതാണ്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ജീവിതകാലം മുഴുവൻ നീ പരീക്ഷ എഴുതി 6 പ്രാവശ്യം IELTS എഴുതി 16 പ്രാവശ്യം IELTS എഴുതിയ ഒരു മകളിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 16 പ്രാവശ്യം IELTS എഴുതിയിട്ടും എനിക്ക് മൊഡ്യൂൾസ് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയണത്. അതാണ് രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല എന്ന് പത്രോസ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിലാണ് അദ്ദേഹം പറയണത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പത്രോസിൻ്റെ തന്നെ സമാനമായ സാഹചര്യത്തിലാണ്. ദൈവപൈതലെ, നീ കർത്താവിന് തിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് നിന്നോട് പറയാൻ മറുപടിയുണ്ട്. എന്താണ് പറയണത്? കർത്താവ് പറയണത് എന്താണ്? കർത്താവ് പറയണത് എന്താണെന്ന് കർത്താവിൻ്റെ മനസ്സ് വായിച്ചുകൊണ്ട് പത്രോസ് പറയും. അതൊരു വെളിപാടാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വെളിപാടാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുമെന്നാണ്. ഈ രാത്രി മുഴുവനും പണിപ്പെടണ എന്തിനാണ് വേണ്ടിയാണ്? പകല് മുഴുവൻ പണിക്ക് പോയിട്ട് കടലിൽ മീനില്ലാത്ത കൊണ്ട് ആ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ രാത്രി പോണത്. പകല് പോകുമ്പോൾ ഭയങ്കര ചൂടാണെങ്കിൽ 47 ഡിഗ്രി എന്നൊക്കെ ഇപ്പോഴ് സാബു സാക്ഷ്യം പറഞ്ഞില്ലേ? 40 ഡിഗ്രിയിലാണ് സംഭവം കടൽ കിടക്കുന്നത്. അപ്പം കടലിൽ ഒരിക്കലും മീൻ മുകളിൽ വരത്തില്ല പകല്. രാത്രിയാണ് പിന്നെ വരണത്. രാത്രി കടൽ തണുക്കുമ്പോഴാണ് മീൻ മുകളിൽ വരണത്. അതുകൊണ്ടാണ് രാത്രി പണിക്ക് പോണത്. രാത്രിയും പണിക്ക് പോകുമ്പോൾ മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കടലിൽ മീൻ ഇല്ലെന്ന അർത്ഥം. കടലിൽ മീനില്ലെങ്കിൽ 2 സംഭവം നടക്കാം. ഒന്നെങ്കിൽ മീൻ വേറെ കടലിലേക്ക് പോകാം, അല്ലെങ്കിൽ മീനേ ഇല്ല, പിടിച്ച് തീർന്നു പോയെന്ന് അർത്ഥം. രണ്ടും നമുക്ക് കിട്ടാതിരിക്കാനുള്ള സാഹചര്യമാണ്. നിന്റെ ഭൗതിക സാഹചര്യങ്ങൾ നീ രക്ഷപ്പെടാൻ പാടില്ലാത്തതാണെങ്കിൽ ദൈവവേദലെ കർത്താവിൻ്റെ കയ്യിൽ മാർഗമുണ്ട്. കൈ അടിച്ചു കിടന്നാണ് ഹല്ലേലൂയ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങള് ജീവിതത്തിന്റെ പ്രതിസന്ധികളില് പതറാതെ പ്രാർത്ഥനയും പ്രത്യാശയോടെ ജീവിതം മുന്നേറ്റം നടത്താൻ ഈശോ യോഹന്നാൻ 14:19 അനുസരിച്ചുകൊണ്ട് വിമോചനത്തിന്റെ വെളിപാടുകള് ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. പത്രോസിന് വിമോചനത്തിന്റെ വെളിപാടാണ് നൽകിയത്. പത്രോസിനോട് കർത്താവ് സംസാരിച്ചില്ലല്ലോ. പത്രോസ് എന്താ പറഞ്ഞത്?
പത്രോസ് എന്താ പറഞ്ഞത്? രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഈ കടലിൻ്റെ അവസ്ഥ ഇതാണ്, ഇതിൽ മീനുണ്ടോയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ജീവിക്കാൻ ഒരു മാർഗം വെള്ളത്തിൽ പോലും തെളിയാത്ത അവസ്ഥയാണ്. അപ്പോഴേ കർത്താവൊന്നും പറഞ്ഞില്ലല്ലോ. കർത്താവ് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ പത്രോസ് കേൾക്കാതെ കേട്ടു. അത് പത്രോസും കർത്താവും തമ്മിലുള്ള വെളിപാട് ദൂരമാണ്. എന്താണ്? എന്ത് ചെയ്താൽ ഈ വെള്ളമില്ലാത്ത കടലിൽ മീനുണ്ടാക്കാൻ പറ്റും, ഈ മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കാൻ പറ്റും? എന്ത് ചെയ്താൽ? ഇവിടെ പകലും രാത്രിയും പണിപ്പെട്ടിട്ടും മീനില്ലാത്തൊരു കടലാണ്, ജീവിക്കാൻ മാർഗമില്ലാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടലുണ്ടാകും എന്ന് പോംവഴി ഒന്നും കർത്താവ് പത്രോസിനോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പക്ഷേ പത്രോസിന് വെളിപാട് കിട്ടി. എന്താണ്? അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അത് വെളിപാടാണത്, രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അതാണ് യോഹന്നാൻ ലൂക്കായുടെ സുവിശേഷം 5:5. എന്താണ്? രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഇനി രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ഫോർമുല. എന്താണ്? കർത്താവിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് പത്രോസ് കണ്ടു. എന്താണ്? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്താൽ, അങ്ങ് പറഞ്ഞത് അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച്, അതാണ് പറയണത്. അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുകയെന്ന് പറയണത്. ഇവിടെ സമയമായില്ലെന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്യുക. അത് തന്നെയാണല്ലോ ഇതും. യോഹന്നാൻ 2:5 അവൻ പറയണത് പോലെ ചെയ്യുക. അത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എന്താണ്? രാത്രിയും പകലും കടലിൽ മീനില്ലെങ്കിലും, അങ്ങ് ജീവിക്കാൻ മാർഗം കാണുന്നില്ലെങ്കിലും, ഞാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ഇല്ലാത്ത മീന് ഉള്ള കടലിൽ കൊണ്ടാക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. കൈ അടിച്ച് കർത്താവ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. അമ്മ മാതാവും ഈശോയും കൂടി ചേർന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയും ഡാഡിയും ഇവരും തൃശ്ശൂരാണ്, അയ്യന്തോൾ ഇടവകയാണ്. ഞങ്ങൾ 3 സിൽവർ ഉടമ്പടിയിലാണ്. ഞാൻ നവംബർ 2019 ഉടമ്പടി എടുത്തത്. മമ്മിയും ഡാഡിയും മാർച്ചും ഒക്ടോബർ 2021 ഉടമ്പടി എടുത്തത്. സിൽവർ ഉടമ്പടിയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ 3 ഒരേ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അതാണ് ഞങ്ങൾ 3 ഒരുമിച്ച് നിന്ന് കാര്യം സാധിച്ച് അമ്മ അനുഗ്രഹിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം, എൻ്റെ ഡാഡി റിട്ടയർഡ് ആയതാണ്. അപ്പോൾ PF ആവശ്യത്തിന് വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നു. പക്ഷേ ആൾ സീനിയർ സിറ്റിസൺ ആയ കാരണം, എബവ് 60 ആയ കാരണം, പണ്ടൊന്നും നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഈ PF ആവശ്യത്തിന് നിർബന്ധമായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഞങ്ങൾ മുംബൈയിലാണ് താമസിച്ചിരുന്നത്, ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ആയതാണ്. അപ്പോൾ പല വെക്കേഷനിലും ഞങ്ങൾ നാട്ടിൽ വന്ന് പോയാലും പല ആൾക്കാർക്കും അപ്പച്ചനെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയില്ല എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ പത്രം വഴി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിന് മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് എക്സാം, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സെറ്റ് എക്സാം പാസ്സാക്കി തന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ ആദ്യമായിട്ട് വില്ലേജ് ഓഫീസറിനാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അദ്ദേഹം വളരെ ഇമ്പോസിബിൾ ടാസ്ക്കാണ് പറഞ്ഞത്. അപ്പച്ചൻ്റെ കൂടെ പഠിച്ച ബാച്ചിൽ 2 സ്റ്റുഡൻസിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ മുംബൈയിലായ കാരണം കൂടെ പഠിച്ച സ്റ്റുഡൻസൊക്കെ എവിടെയാണെന്ന് അപ്പച്ചനും അറിയില്ല, റിലേറ്റീവ്സിനും അത്ര പറഞ്ഞു തരാനുള്ള അറിയില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പിന്നെയും പോയി, സർ വേറെ എന്തെങ്കിലും കൺസെഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ, ഇത് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചപ്പോൾ സാർ ഇല്ല പറ്റില്ല,
അന്ന് പഠിച്ച സ്റ്റുഡൻറ്റ് ഇതെന്നെ അറിയാൻ വേണ്ടിയിട്ട് 2 വിറ്റ്നസ്സിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളന്ന് വില്ലേജ് ഓഫീസറെ പുറത്ത് നിന്ന് മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സർപ്രൈസ് പോലെ അല്ലെങ്കിൽ ഒരു സഡനായിട്ട് ഡാഡിയുടെ കൂടെ പഠിച്ച ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ എന്തോ കാര്യത്തിന് ഓഫീസിൽ വന്ന് ഡാഡീനെ തിരിച്ചറിയുകയും ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്തപ്പോൾ ആൾ പറഞ്ഞു, ഓ ശരി, അപ്പോൾ എനിക്ക് ഈ ഒരു ആവശ്യത്തിന് വന്ന കാരണം എനിക്ക് എത്ര ആളെ വേണം, ഞാൻ നിങ്ങളെ സംഘടിപ്പിച്ച് തരാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ അവർ തന്നെ ഞങ്ങളെ പഠിച്ച സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, അറിയാലോ സീനിയർ സിറ്റിസനാന്ന് പറഞ്ഞാൽ പണ്ടത്തെ അഡ്മിഷൻ രജിസ്റ്ററിൽ TC എടുത്തിട്ട് വേണം ബാക്കി പ്രൊസീജിയർ എടുക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആ ചേട്ടൻ വന്ന് ഞങ്ങളെ ദൂതനെ പോലെ, ജോസഫ് അച്ഛൻ എപ്പോഴും പറഞ്ഞ നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയച്ച് കാര്യങ്ങൾ ശരിയാക്കി തരുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പ്രകാരം ആ ചേട്ടൻ ഞങ്ങളെ വില്ലേജ് നമ്മളെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൃത്യമായിട്ട് അവിടുത്തെ ക്ലർക്കിനെ ഞങ്ങൾ കാണുകയും അവിടെയും വേറെ ഒരു അത്ഭുതം കണ്ടത്, കൃത്യമായിട്ട് ഞങ്ങൾ ഏജ് പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് അവിടുത്തെ പിയൂണ് ജസ്റ്റ് ഒരു രജിസ്റ്ററിൽ കൈവച്ചു. അതിൽ ഒരു 7th or 8th പേജിൽ അപ്പച്ചൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ സന്തോഷമായി. അത് ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഞങ്ങൾ വില്ലേജ് ഓഫീസറിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2 പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരുപാട് പേരെ ഞങ്ങൾക്ക് റാലിക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസിലേക്ക് കിട്ടി. പക്ഷേ ഞങ്ങൾ 2 ആളെ ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് 2023 കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ 2 വർഷം വളരെ പ്രാർത്ഥിച്ച്, കൊറോണ ആ സമയത്തൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുകയും ഇവിടെ അലൗഡ് അല്ല, പക്ഷെ ഞങ്ങൾ പുറത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഈ നിയോഗത്തിന് ഞങ്ങൾ 3 ആൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി 2023 വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് മാതാവ് അത് സാധിച്ചു തന്നത്. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുമ്പോൾ എൻ്റെ ഡാഡിയുടെ വീട്ടിലെ പാർട്ടീഷനെ പറ്റി കുറച്ച് തർക്കങ്ങളുണ്ടായിരുന്നു. ആരും അങ്ങോട്ട് വിട്ടുകൊടുക്കാത്തൊരവസ്ഥ. ഞങ്ങൾ പുറത്തായ കാരണം ഞങ്ങളോട് കോപ്പറേറ്റീവ് ചെയ്യാൻ കുറച്ച് ബ്രദേഴ്സിന് കുറച്ച് വിഷമമായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞ മാതിരി മാതാവിനെ ഞങ്ങൾ സമർപ്പിച്ചു. അപ്പോൾ ഞങ്ങളെ പല ആൾക്കാരും ഞങ്ങളെ അഡ്വൈസ് ചെയ്തു, നിങ്ങൾ പോയി കേസ് കൊടുക്കൂ, കേസ് കൊടുത്താൽ നമുക്ക് ഇത് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരാമെന്ന് ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങളെന്നും മാതാവിൻ്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഈ കേസിനൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ സ്വന്തം ആൾക്കാരെതിരെ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു, പ്രത്യേകിച്ച് അപ്പച്ചൻ. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരേ ദിവസം ഞങ്ങൾ 3 ആൾ ഇതുപോലെ തന്നെ വെഞ്ചരിച്ച കാശുരൂപം മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസറിൻ്റെ പുറത്ത് നിൽക്കുകയും പ്രാർത്ഥിച്ച് നിന്ന് ഞങ്ങളുടെ ടേൺ വന്നപ്പോൾ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് ഇതുപോലെ കുറേ ഇമ്പോസിബിൾ ടാസ്കുകൾ പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞങ്ങൾ തൊട്ട് അപ്പുറത്ത് ഒരു 3-4 ആധാരം എഴുതുന്ന ഓഫീസുണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും അപ്രോച്ച് ചെയ്ത് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുമെന്നാണ് വില്ലേജ് ഓഫീസർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഈ 4-5 ബോർഡ് കണ്ടപ്പോൾ ഏത് സ്ഥലത്ത് പോകണമെന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. ആരാണ് ഞങ്ങളെ അവിടെ സഹായിക്കാതിരിക്കുന്ന ദൂതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പുറത്ത് ഈ ആധാർ ഓഫീസ് 4-5 ഒരേ ലൈനിലാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ബോർഡ് കണ്ടപ്പോൾ എന്തോ ഒരു ആകർഷണം തോന്നി. ഞങ്ങൾ കൃത്യം ആധാർ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. അവിടുത്തെ സാറിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ വീട്ടുപേരും അപ്പച്ചൻ്റെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ആ ഡോക്യുമെൻറ്റേഷൻ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദൂതനെ പോലെ ഞങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തത്, നിങ്ങൾ ഇന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഞാനത് ഉറപ്പായി നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, ഞാൻ ഉറപ്പായി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമായി. അതനുസരിച്ച് ഞങ്ങൾ പല വില്ലേജ് ഓഫീസുകൾ ഇതുപോലെ തന്നെ പല സ്ഥലത്തും വെയിറ്റ് ചെയ്ത് അവരെ ടേൺ നോക്കി എളിമയോടെ നിന്ന്, മാതാവ് പറഞ്ഞ പോലെ എളിമയോടെ നിന്ന് അവർ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരികയും അതുകൊണ്ട് ഞങ്ങൾ ആധാർ ഓഫീസിൽ പോവുകയും കൃത്യമായിട്ട് സർട്ടിഫൈഡ് കോപ്പി തന്നെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. അത് കാരണം ഞങ്ങൾക്ക് പാർട്ടീഷൻ്റെ ഭാഗം ഡാഡിക്ക് കിട്ടുകയും ചെയ്തു. ഇതുകൂടാതെ ഞങ്ങൾക്ക് പല അനുഗ്രഹങ്ങളും മാതാവ് തന്നിട്ടുണ്ട്. മാതാവ് ഞങ്ങളുടെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ മാതാവ് എനിക്ക് പ്രത്യേകിച്ച് അടയാളങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാവാറില്ല, അന്ന് ഞാൻ ഉടമ്പടിയിലല്ല. മാതാവിനെ പണ്ട് ഞങ്ങൾ ഈ
കടലിൻ്റെ മീതെ നിൽക്കണത് കണ്ടിട്ടുണ്ട്. പിന്നെ വെള്ളം ഇങ്ങനെ ഉയരുമ്പോൾ മാതാവ് ഇങ്ങനെ കൈ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല അതെന്താണ് 2014. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഈ രൂപം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ദുരന്തങ്ങളോ എന്തെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് ടേൺ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു രൂപം ഒരാൾ ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യവും ഡാഡിക്കും മമ്മിക്കും എനിക്കും മാതാവിനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 2024 തൊട്ട് സാക്ഷ്യം പറയാൻ ട്രൈ ചെയ്യാണ്. ഞങ്ങളുടെ അപ്പച്ചൻ്റെ പാർട്ടീഷൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ 2024 കിട്ടി. പക്ഷേ ഞങ്ങൾ പല പ്രാവശ്യം കൗണ്ടറിൽ വന്ന് ചോദിക്കുമ്പോൾ പല തിരക്കും അങ്ങനത്തെ പല അവസ്ഥകളിലൂടെ വന്നപ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുക. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, ഇപ്പോൾ പുതുക്കണ ഡേറ്റാണ് ഇന്നിപ്പോൾ, ഞങ്ങൾ പുതുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റുമോ ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഞാൻ ഉറങ്ങണ സമയത്ത് ഞാൻ കാണാണ്, ഞാൻ ജോസഫ് അച്ഛൻ അൾത്താരയിൽ നിൽക്കുന്നുണ്ട്, ഞാൻ താഴെ നിൽക്കുന്നുണ്ട്, ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം ഉറങ്ങിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോട് വന്ന് കൺഫേം ചെയ്യാനുണ്ടാവും. അതാവും ഞാൻ അങ്ങനെ ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു സീൻ മാതാവ് എനിക്ക് കാണിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഓ ശരി എനിക്ക് സാക്ഷ്യം പറയാമല്ലോ. അപ്പം ഇന്നാണ് എനിക്ക് ആ ഒരു വിഷൻ്റെ ഇൻറ്റർപ്രിട്ടേഷൻ ഇന്നാണ് മനസ്സിലായത്. ഇന്നാണ് മാതാവ് ഞങ്ങളെ ഒരുക്കിയത്. പിന്നെ പല ഇപ്പം ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ 5 മണി 5:15 ഞങ്ങൾ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങും. ഞാൻ മുകളിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് ഞങ്ങൾ താഴെ വരുമ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാനൊരു സ്വപ്നം കാണാണ്. ആരാന്ന് എനിക്കറിയില്ല. താഴെ വീണിട്ട് കറക്റ്റ് റൈറ്റ് സൈഡിൽ വലിയൊരു സ്വെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ മനസ്സിലെ അപ്പച്ചനാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇറങ്ങി വന്നിട്ട് ആദ്യം അപ്പച്ചനെ ചെക്ക് ചെയ്തു, ഇതങ്ങനെയാണോ? അപ്പോൾ ഡാഡി പറഞ്ഞേ ഇല്ല എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡെയിലി റൂട്ടീന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അമ്മേനെയാണ് കണ്ടത്. അമ്മേനെ കണ്ടപ്പോൾ കൃത്യം ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സൈഡിൽ അത്രയും അത്രയും സ്വെല്ലിങ്, ഞാൻ സ്വപ്നത്തിൽ കണ്ട അത്രയും സ്വെല്ലിങ് അമ്മയുടെ ഫേസിലുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹോസ്പിറ്റലിൽ പോകാൻ ഫേസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അറിയില്ല, എനിക്കൊരു പേടിയുമില്ല. ഞാൻ ആദ്യം ചെന്ന അമ്മയ്ക്ക് ഉടമ്പടി തൈലവും മാതാവിൻ്റെ തേനും നാവിൽ വെച്ച് മാതാവിൻ്റെ നമ്മൾ വെഞ്ചരിച്ച ഉപ്പും അമ്മയുടെ കയ്യിൽ വെച്ച് ഞാൻ തന്നെ വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത്, എനിക്കറിയില്ല എനിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്. ഞാൻ തന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും പകുതി ആകുമ്പോഴേക്കും ആൾ ഓക്കെ ആയി. അവിടെ ചെന്നപ്പോൾ എല്ലാ ടെസ്റ്റും നോർമലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തം എന്തെങ്കിലും വരികയാണെങ്കിൽ മാതാവ് എന്നെ കരുതലോടെ അത് മുൻകൂട്ടി എനിക്കൊരു വിഷൻ തരുന്നുണ്ട്. അതെൻ്റെ യോഗ്യതയോണ്ടല്ല, എനിക്കറിയില്ല മാതാവ് എന്നെ എന്തിനാണ് ഇത്രയും സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ മാതാവിൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ വലിയ ഭക്തിയാണ്. പക്ഷേ മാതാവ് ഒരു വല്ലാത്ത രീതിയിലാണ് ഞങ്ങളെ അച്ഛൻ പറഞ്ഞ പോലെ എയർ ലിഫ്റ്റ് ചെയ്യുന്നത്. നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ്. ഇപ്പോൾ എൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, ഞങ്ങൾ 0 മെറിറ്റുള്ള ആൾക്കാരാണ്. പക്ഷേ മാതാവ് അത് എങ്ങനെയോ ഞങ്ങളെ എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ബോൺ ക്രിസ്ത്യൻ ആയിരുന്നു. പറഞ്ഞ പോലെ മാതാവിൻ്റെ ഭക്തിയാണ്, പള്ളിയിലൊക്കെ പോയാലെങ്കിലും എന്തോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു ക്രിസ്ത്യാനി ആയത്. ശരിക്കും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒന്നും ചെറുപ്പം തൊട്ടേ എനിക്കറിയാം. എൻ്റെ അപ്പനമ്മ ഒരിക്കലും അത് മുടങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതിന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം ഞങ്ങളിവിടെ എത്താൻ കാരണം. ബൈബിള് വായിക്കാൻ പറയുകയാണെങ്കിൽ സിസ്റ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈബിളൊക്കെ വായിക്കുക എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊങ്ങച്ചം പറയുന്നതല്ല, എൻ്റെ ഒരു 20 പ്രാവശ്യം ഞാൻ ഇംഗ്ലീഷാണ് വായിക്കുക. എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ചും കൂടി ഫ്ലുവൻസി. അപ്പോൾ ഞാനൊരു 20 ടൈംസ് എൻ്റെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടാളും ഒരു അബവ് 15 അറിയാലോ. 2019 ഉടമ്പടി എടുത്താൽ ഒരുവിധം റൗണ്ടാവും. അത് മാത്രമല്ല, ഞങ്ങൾക്ക് 3 ആൾക്ക് പേഴ്സണൽ ബുക്സ് ഉണ്ട്. അമ്മയ്ക്കൊരു ഡയറി, ഡാഡിക്കൊരു ഡയറി ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഒരു പേജ് എടുത്തിട്ട് ഒരു 450 വചനങ്ങൾ ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോഴും കാലത്ത് ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ജോലിയിലായിരിക്കുമ്പോൾ ചില വചനങ്ങൾ നമ്മുടെ തലയിൽ ഇങ്ങനെ
നടക്കുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനതെന്നും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഞാൻ റിവൈസ് ചെയ്യാറുണ്ട്. കാരണം 350 വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് മറന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇത്രയും പഠിച്ചുണ്ടാക്കിയത് മറന്നു പോകുമല്ലോ. അപ്പോൾ ഞാൻ എന്നും എക്സാമിന് പോലെ ഞാൻ പഠിക്കും. അപ്പോൾ ഞാൻ എന്നും സ്റ്റാഫ് റൂം, ഞാൻ ടീച്ചറാന്ന് പറഞ്ഞ പോലെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് വായിക്കുമ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എന്നെ കളിയാക്കും. നിനക്ക് നാളെ എക്സാം ആണോ സിമി, നീ എന്നും അതെന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അവർ പറയും. പക്ഷേ ഇപ്പോൾ അവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ട് അവർക്കും സിമി ഞങ്ങളും ആലപ്പുഴയിൽ എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ അവർ വരും ചെയ്യും, എന്നോട് പറയാണ്ട് വരികയും ചെയ്യും. വന്നിട്ട് അവർ ഞങ്ങൾ പോയിണ്ടായിരുന്നു പറയും. ഞങ്ങൾ പല ആൾക്കാരും നോൺ ക്രിസ്ത്യൻസിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന്, ഞങ്ങൾ കൊണ്ടുവരല്ല, ഞങ്ങൾ പറയാണ്ട് തന്നെ അവർ വന്ന് ഞങ്ങളുടെ ലൈഫിലെ വിറ്റ്നസ് കണ്ടിട്ട് അവർ സാക്ഷി എടുത്തിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും ഉടമ്പടിയിലായാലും കാരണം ഞങ്ങൾക്ക് ഒരു 9 ബണ്ടിൽ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ ഞങ്ങൾ 3 ഡയറക്ഷനിലേക്ക് ഞങ്ങൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ അർഹതപ്പെട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഞങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാതാവിൻ്റെ ചിലർ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലർ വേണ്ടാന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്മൈൽ ചെയ്തിട്ട് ഓക്കെ വേറെ അടുത്ത ആൾക്ക് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് ഇതുവരെ മുടക്കിയിട്ടില്ല. ഒരു പേപ്പർ ഞങ്ങളുടെ വീട്ടിൽ പെൻഡിങ് വെച്ചിട്ടില്ല. പിന്നെ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലും അങ്ങനെ പല സ്ഥലത്ത്, തൃശ്ശൂർ പുത്തമ്പള്ളിയിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഭിക്ഷക്കാരി ഇരിക്കുമ്പോൾ ഞങ്ങൾ പൊതിച്ചോറ് ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്ലാസ്റ്റിക്കിലുള്ള നമുക്ക് ചില പാക്ക് ചെയ്ത് തരാം. അപ്പോൾ അത് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കണം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതും മാതാവിൻ്റെ ഒരു ഇനി എന്ത് ചെയ്യും ഞങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻ്റലി അല്ലെങ്കിൽ കോയിൻസിഡൻ്റലി ഞങ്ങളുടെ പള്ളിയോട് ചേർന്നൊരു ഓർഫനേജ് എന്ന് പറയാൻ പറ്റില്ല, ചിൽഡ്രൻസ് ഹോം വരികയും ചെയ്തു. അവിടെ ഒരു 10-40 മക്കളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഞങ്ങൾ പോവുകയും ആവശ്യമായ ഗ്രോസറി അവിടുത്തെ സിസ്റ്റേഴ്സിനോട് ചോദിച്ച് ഞങ്ങൾക്ക് വലിയ പണക്കാരല്ല ഞങ്ങൾ, പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. മരണം വരെ ഞങ്ങൾ 3 ആൾക്കും ഈ ഉടമ്പടിയിൽ തുടരാനാണ് ആഗ്രഹം, വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇനി നിയോഗങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, മാതാവ് അത് എഴുതാണ്ട് തന്നെ മാതാവ് എല്ലാം നടത്തി തരുന്നുണ്ട്. അപ്പോൾ മരണം വരെ വിശുദ്ധിയിൽ ജീവിക്കാനും 3 ആൾക്കും ഒരുമിച്ച് എപ്പോഴും ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനുമാണ് ആഗ്രഹം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാതാവിന് തിരുക്കുമാരന് കോടാനുകോടി നന്ദി.